ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ? ഞാനിതാ സുഖമായിരിക്കുന്നു. ഇന്നും പതിവ് പോലെ തന്നെ ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇന്നലത്തെ കുറച്ച് ഭാഗവും പിന്നെ അതേപോലെ തന്നെ അതായത് മക്കൾ സ്കൂളിലേക്ക് പോയതിന് ശേഷമുള്ള കുറച്ച് ഭാഗം കാണിക്കുന്നുണ്ട്. ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ കുറച്ച് വെയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡ്രസ്സുകളൊക്കെ കുറേ ദിവസത്തെ ഡ്രസ്സുകളൊക്കെ നല്ല രീതിക്ക് ഉണങ്ങി കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഉമ്മറത്തിട്ടിട്ടും പിന്നെ അതേപോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഉണക്കിയെടുത്തേക്കാണ്. പിന്നെ ചിലത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് ഉണങ്ങിയിട്ടുണ്ടെങ്കിലും ഒരു ജാതി ഒരു വൃത്തിയായിട്ടൊരു സ്മെല്ലുണ്ടാവുമല്ലോ. അപ്പോൾ അത് കാരണം അത് പോകാനായിട്ടാണ് ഇങ്ങനെ ഉണങ്ങിയത് കുറച്ച് ഇതിൻ്റെ ഇടയിൽ അങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ മക്കൾ പോയതിന് ശേഷം അങ്ങനെയായിരുന്നു. പിന്നെ എന്തായാലും പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഇന്ന് ഈ ഒരു കുറച്ച് ഭാഗം ഫുഡിൻ്റെ കാണിക്കുന്ന ഇന്ന് രാവിലത്തെ വീഡിയോ ആണ്. അവനിക്ക് ആദ്യം ഇഷ്ടം ദോശയാണ്. അങ്ങനെ ആകുമ്പോൾ അവൻ പെട്ടെന്ന് കഴിച്ചോ. അപ്പോൾ അത് കാരണം ഇന്നലെ ഇന്നൊക്കെ ദോശ തന്നെയാണ് കൊടുത്തുള്ളത്. പിന്നെ ടൈം കൂടെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉപ്പേരിയായിട്ട് വെണ്ടയ്ക്കയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അവർക്ക് വേണ്ടി മാത്രം കുറച്ച് ചെമ്മീൻ എടുത്തിട്ടൊന്ന് റോസ്റ്റ് പോലെ ആക്കിയിട്ടാണ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ബാക്കി ചെമ്മീൻ അവിടെ വെച്ചു നമുക്ക് കറി ഉണ്ടാക്കാനും പിന്നെ കുറച്ചൊന്ന് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇന്ന് അവർ ലഞ്ച് കൊണ്ടുപോയുള്ളത് വെണ്ടയ്ക്ക ഉപ്പേരിയും പിന്നെ ചെമ്മീൻ റോസ്റ്റാണ് അവർ കൊണ്ടുപോയുള്ളത്. പിന്നെ സ്നാക്കായിട്ട് ഞാൻ ബ്രെഡ് വെച്ചിട്ട് ഒരു പിസ്സ അല്ലെങ്കിൽ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കി പിന്നെ ഒരു ചെറിയൊരു പിസ്സ പോലെ സെറ്റാക്കിയിട്ടാണ് കൊടുത്തയച്ചിട്ടുള്ളത്. ഞാൻ അധികം അവർക്ക് ലഞ്ചാണെങ്കിലും സ്നാക്ക് ഐറ്റംസ് ആണെങ്കിലൊക്കെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്തെടുക്കാനാണ് അധികം ശ്രദ്ധിക്കാറുള്ളത്. ഇപ്പോൾ പിന്നെ നിഷാഖ നാട്ടിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിലൊക്കെ പറഞ്ഞാൽ കൊണ്ടുവന്ന് തരും. മറ്റത് ഗൾഫിലാവുന്ന ടൈമിലൊക്കെ നമ്മൾ തന്നെ എന്താ പറയുക, ഞാനിങ്ങനെ ഓരോ ആഴ്ചക്കുള്ള സാധനങ്ങളാണ് ഇങ്ങനെ വാങ്ങിച്ച് വെക്കാറുള്ളത്. ഇപ്പോൾ പിന്നെ അവർ നാട്ടിലുള്ള കാരണം അപ്പൊക്കപ്പോൾ ഉള്ളത് ഇങ്ങനെ അധികം കൊണ്ടിരിക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ അവർക്ക് ഇഷ്ടമായുള്ള രീതിയിലാണ് ഞാനധികം സ്നാക്ക് ഐറ്റംസ് ആണെങ്കിലും ലഞ്ചാണെങ്കിലൊക്കെ സെറ്റാക്കാനായിട്ട് ശ്രദ്ധിക്കാറുള്ളത്. പിന്നെ അധികം രാവിലെ സ്കൂളിലോട്ട് ഉച്ചയ്ക്ക് ചോറ് തന്നെയാണ് കൊടുത്തയക്കാറുള്ളത്. നീ അങ്ങനെ പറയും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തയച്ചാൽ മതി, കുട്ടികൾക്ക് അങ്ങനെ കൊണ്ടുവരുന്നുണ്ട് പറഞ്ഞിട്ട്. പക്ഷേ ഉച്ചക്കെങ്കിലും കാര്യമായിട്ട് ചോറ് കഴിക്കേണ്ടത് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാറാണ്. പിന്നെ ഇനി നമുക്കെന്തെങ്കിലും പീരിയഡ്സിൻ്റെ വേദന അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ പെട്ടെന്ന് എവിടേക്കെങ്കിലും പോകാനുള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ റീസൺ ഉണ്ടെങ്കിലാണ് അധികം അപ്പായിട്ടൊക്കെ കൊടുത്തയക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അതിപ്പോൾ നീ എൻ്റെ ലഞ്ച് സെറ്റാക്കിയതാണ്. അവൾക്ക് 7:15 ആകുമ്പോഴേക്കും വണ്ടി വരും. അത് കാരണം നേരത്തെ എണീറ്റിട്ട് ഫുഡൊക്കെ സെറ്റാക്കി എടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഇതേ സംഭവം തന്നെയാണ് അധികം കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നത്, സെയിം തന്നെയാണ്. പിന്നെ അവൾ പോയതിന് ശേഷം ഞാൻ അവനെ എണീപ്പിക്കാറാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ സ്കൂൾ തുറന്ന സമയമായത് കൊണ്ട് തന്നെ നമ്മളെല്ലാവരും എല്ലാ പേരൻസും ഇതേപോലെ ബിസി തന്നെയാവും. പിന്നെ അവർ പോയതിന് ശേഷം വർക്കിന് പോകുന്ന ആൾക്കാരാണെങ്കിൽ അത്ര അങ്ങോട്ട് ഫീൽ ചെയ്യില്ല. വീട്ടിലിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ ഒരു ജാതി ഒരു ഫീലിങ്സ് ആവുമല്ലോ. പിന്നെ ഇതിപ്പോൾ അവന് രണ്ടുപേരും പോയതിന് ശേഷമാണ് എല്ലാ പണികളും കഴിഞ്ഞ് രാവിലെ സ്കൂൾ ഇപ്പോൾ തുടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ എണീക്കലും പിന്നെ പകുതി പണി രാവിലെ തന്നെ കഴിയും കിച്ചണത്തെ. കാരണം അവർക്ക് ഫുഡൊക്കെ കൊണ്ടുപോകാനുള്ള കാരണം. പിന്നെ ഇനി നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. പിന്നെ ഇപ്പോൾ അതാ എല്ലാവരും ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഉച്ചവരെയാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ അതേപോലെ ഇന്ന് അത്യാവശ്യം നല്ല രീതിക്ക് വെയിലുണ്ട്. അപ്പോൾ അത് കാരണം ഡ്രസ്സുകളൊക്കെ ഒന്ന് പുറത്തിട്ടിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, ബാക്കി വേറെ തിരിഞ്ഞ് പോകാനൊന്നും പറ്റില്ല. ഈ ഒരു കസേരയിൽ കാണുന്നത് ഫുള്ള് ഇപ്പോൾ ഞാൻ ഉണക്കിയെടുത്ത ഡ്രസ്സുകളാണ്. അപ്പോൾ ഇനി അതേപോലെ ഒന്ന് ഉണങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മഴ പെയ്യോ ഇല്ലയെന്ന് അറിയാത്ത കാരണം നമുക്ക് ഇത് പകുതി വെച്ചിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് നിൽക്കാനും പറ്റില്ല. അതായത് കുളിക്കാനോ ബാത്റൂം ക്ലീനോ അങ്ങനെയൊന്നും നടക്കില്ല. അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുള്ള ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ കമൻറ്റ്സ് കൂടെ അറിയിക്കുക. ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.